ഞാനൊരു വീഡിയോയിൽ കണ്ടതാ, ഈ പയറിലിങ്ങനെ ഇല കൂടുതലായിട്ട് നിൽക്കുകയാണെങ്കിൽ ഇല അങ്ങ് കട്ട് ചെയ്ത് മാറ്റണം. അത്യാവശ്യം ഇല മാത്രം നിർത്തിയാൽ മതി. കൂടുതൽ ഇല വരികയാണെങ്കിൽ പയർ അതിനകത്ത് നല്ല രീതിയിൽ ഉണ്ടാകത്തില്ല. ഞാനതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചു. ആ പറയുന്നതിൽ എന്തെങ്കിലും സത്യം ഉണ്ടോ എന്ന് അറിയണ്ടേ. വാ. പയർ ചെടിയുടെ താഴ്ഭാഗത്തു നിന്ന് തന്നെ ഇല കട്ട് ചെയ്തങ്ങ് തുടങ്ങി. ഇതിനിടയ്ക്ക് ടാപ്പ് തുറന്ന് വെച്ചേക്കുമായിരുന്നു. പിന്നെ അത് നിറഞ്ഞതുകൊണ്ട് ഓടിപ്പോയി അത് അടച്ചു. വെള്ളം ഒരു തുള്ളി പോലും പാഴാക്കാൻ പാടില്ല. പക്ഷേ എനിക്ക് പലപ്പോഴും അബദ്ധം പറ്റിയിട്ടുണ്ട് കേട്ടോ. ഇല കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി പയറുണ്ടാവുമെന്നാണ് പറയുന്നത്. പറഞ്ഞതിൽ എന്തെങ്കിലും സത്യം ഉണ്ടോ എന്ന് അറിയണ്ടേ. അമ്മയാണ് വീഡിയോ എടുക്കുന്നത്. ഈ ഇലയൊക്കെ കട്ട് ചെയ്യുന്ന കാണുമ്പോൾ അമ്മയ്ക്ക് അങ്ങ് സഹിക്കുന്നില്ല. ഉണങ്ങി പോകരുത്, ഇല മുഴുവൻ കണ്ടിച്ച് കളയാതെ. 1-2 എണ്ണമൊക്കെ കണ്ടിക്കടി, ബാക്കിയൊക്കെ നിൽക്കട്ടെ. എടി എന്താ അടി കാണിക്കുന്നത്? ഇതിൻ്റെ തളിരില തോരൻ വെക്കാൻ കൊള്ളാം. അപ്പം അതെടുക്കാം. ഇല കട്ട് ചെയ്തങ്ങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എനിക്കങ്ങ് ഇൻട്രസ്റ്റ് ആയി കേട്ടോ. ഞാൻ പിന്നെ തച്ചിട്ട് നിന്നങ്ങ് കട്ട് ചെയ്ത് വിടുകയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഇല അത്രയും വെട്ടി കളയാതെടി, ഉണങ്ങിപ്പോകും കൊച്ചേ. അല്ല, ഞാൻ കട്ട് ചെയ്തല്ലോ. നാളെ ഞാൻ ഇതിൻ്റെ പകുതി എടുത്തുള്ളായിരുന്നു. എന്നാ തോരൻ വെച്ചോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. ഞാൻ കഴിച്ചിട്ട് പോലും എനിക്ക് മനസ്സിലായില്ല. ഇങ്ങോട്ട് തന്നേച്ച് ബാക്കിയും കൂടെ പെറുക്ക്. ഇതിനില്ല, അതെല്ലാം കട്ടിയുള്ള അതൊക്കെ ആ നെല്ല അവിടെ അങ്ങോട്ട് ചെന്ന് നോക്ക്. എല്ലാം ഞാൻ തൂത്ത് കളയാൻ പോവാം. മതിയടി മുറിച്ചത്, അത്ര കുറച്ച് നിൽക്കട്ടെടി. ആ പാവയ്ക്ക രണ്ടും കൂടി ഇഞ്ഞെടുത്തോ, അല്ലേ അതുകൂടെ പഴുത്തു പോകും. അതും പഴുത്തു പോകും. അവസാനം ഇലയെല്ലാം പെറുക്കി ഓരോ ചെടിയുടെ ചോട്ടിൽ തന്നെ ഇട്ട് കൊടുത്തു. അതവിടെ കിടന്ന് വളമാകട്ടെ. പയറിൻ്റെ ഇലയൊക്കെ പോയപ്പോഴതിൻ്റെ ഭംഗി അങ്ങ് പോയി. അവസാനം എല്ലാ ചെടികൾക്കും വെള്ളമൊക്കെ ഒഴിച്ചു. പിന്നെ ദാ മുല്ലയൊന്ന് കണ്ടോ, മുട്ടൊക്കെ വന്ന് നല്ല റെഡിയായിട്ട് നിൽപ്പുണ്ട്. ഇത് വീടിൻ്റെ സൈഡിൽ നട്ട മുളകാണേ. അപ്പോൾ അതിലൊക്കെ മുളക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ചില ചെടിയൊക്കെ ഒരുമാതിരി ഇങ്ങനെ വലിയ വളർച്ചയില്ലാതെ നിൽക്കുക. മെജോറിറ്റി നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അതുപോലെ ഈ തക്കാളി ഇത് ഇങ്ങനെ തന്നെ നിൽക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി.